ഇത് മാസ് മോട്ടോഴ്സിനാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടിയുടെ ജനറൽ സർവീസായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ. നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ഇപ്പോൾ ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ കമ്പനി ലൈനർ എടുക്കണേ, വലിയ പഴക്കമൊന്നും ആയിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്തിടാം. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടോ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് നോക്കിയായിരുന്നു. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, ഹോണ്ടയുടെ കമ്പനി ഫിൽറ്ററിൻ്റെ ഒറിജിനൽ ഫിൽറ്ററിന് നമുക്ക് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മളൊന്ന് അഴിച്ച് നോക്കണുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ഗ്രീസ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ച് ചെയ്യാനാണ്. ബെൽറ്റൊക്കെ നിലവിൽ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല, പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി ആയാലും ബോസ് ഡ്രൈവ് അതേപോലെ റോളർ കാര്യങ്ങളൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. വെയിറ്റ് സെറ്റ് യൂണിറ്റ് ബാക്കിൽ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അത് കാരണം അത് ഏറ്റവും കൂടുതൽ മൂവിങ് പാർട്സ് വന്നാൽ നമുക്ക് ഈ യൂണിറ്റുമാണ്. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ ക്ലച്ചിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതേപോലെ തന്നെ കിക്കർ വീലും കൂടി ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. നിലവിൽ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കി കിട്ടാനും അതേപോലെ ഓട്ടത്തിൽ ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ ഓഫായി പോകുന്ന ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കാർബറേറ്റർ യൂണിറ്റ് അഴിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ അടിയിലത്തെ അവസ്ഥ ഇതാണ്. അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ തുരുമ്പ് കാര്യങ്ങൾ വന്നിട്ട് ജെറ്റൊക്കെ കയറി ബ്ലോക്ക് ആയേക്കാണ്. അതാണ് ശരിക്കും പ്രശ്നം. അതിൻ്റെ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഒന്ന് ക്ലീനറൊക്കെ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. എന്നാൽ ടാങ്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ ഒരു ഇത് അതിനകത്ത് തോന്നണില്ല, ടാങ്കിൻ്റെ ഉള്ളിൽ കേട്ടോ. ഇതെങ്ങനെയോ ചെറുതായിട്ട് തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ടാവും, അല്ല അതേകൊണ്ട് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വരില്ല. അപ്പോൾ തൽക്കാലം ഒന്ന് കഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തിടാം. കാർബറേറ്റർ ആയാലും ക്ലീനർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഈ സ്ലോ ജെറ്റ് ഫുൾ ബ്ലോക്ക് ആയേക്കണ്ടോ. അപ്പോൾ അതാണ് വണ്ടി ആക്സിഡൻറ്റ് കൊണ്ട് നിർത്തുന്ന സമയത്ത് ഐഡിലേക്ക് നിൽക്കാതെ ഓഫായി പോകേണ്ട കേസ്. ഇത് ശരിക്കും നോക്കുമ്പോൾ അറിയാം, പൊടി പിടിച്ചണ പോലെ ഫംഗസ് പിടിച്ച രീതിയിലിരിക്കുന്നത്. അപ്പോൾ അതൊന്നും എന്തെങ്കിലും മാറ്റി റീസെറ്റ് ചെയ്തിടാം. അപ്പോൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്, എന്നാൽ തന്നെ അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ഫംഗസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ ഈ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് കിടക്കം തേമാനം വരാറുണ്ട് സാധാരണ. എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ബുഷ് സെറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചത്. അപ്പോൾ നമുക്ക് ഈ ഷോക്കിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷ് ഓൾറെഡി മൊത്തം പോയേക്കാം കേട്ടോ. കാരണം അത് ശരിക്കും ചെറിയൊരു കട്ടർ ചാടുമ്പോൾ അടി വരുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഇതൊന്ന് ഈ സൈഡിൽ ലിങ്ക് ബുഷ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ഈ ബുഷ് സെറ്റ് മാത്രം നമുക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു 100-105 രൂപ ഞങ്ങൾ അതിന് റേറ്റ് വരണം കേട്ടോ. അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാൻ മതി, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 2023 മോഡലാണ് ബാറ്ററി നമുക്കിത് വരികണേ. ബാറ്ററിയുടെ ഭാഗമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോഴേലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്തുണ്ടല്ലോ ഇടയ്ക്ക് അതിൻ്റെ ഈ റെഡ് ലൈറ്റ് തെളിഞ്ഞ് തന്നെ ഉണ്ട്. അപ്പോൾ ആ കോൺടാക്റ്റൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തിട്ട് കേട്ടോ. 2023 ആയതുകൊണ്ട് കംപ്ലൈൻ്റ് ആണെന്ന് പറയാനും പറ്റില്ല. നമുക്ക് നോക്കാം, സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അത് തൽക്കാലം നമുക്ക് ആ കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചാർജ് ചെയ്ത് നോക്കിയിട്ട് ഒന്നുകൂടി ടെസ്റ്റ് അടിക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഫോം ടൈപ്പാണ്, അതൊന്ന് മാറ്റിയിടണം കേട്ടോ. അത് മൊത്തം ഇങ്ങനെ പൊടിഞ്ഞ് വരണം ഇതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം. എഞ്ചിൻ ഓയിൽ മാറണുണ്ട്. മെയിനായിട്ട് അത്രേ ഉള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടോ. നമുക്ക് ഓഫായി പോകുന്നതിൻ്റെ കംപ്ലൈൻറ്റ് ഈ കാർബറേറ്ററിൻ്റെ ആണ് കേട്ടോ. ഇത് എത്രയും പൊടിയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും ഈ ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.